നമ്മുടെ സ്വന്തം ഷാജി പാപ്പാനും പിള്ളേരും വീണ്ടും വന്നിരിക്കുകയാണ്. 9 വർഷങ്ങൾക്ക് ശേഷമാണ് അടുത്തൊരു സിനിമയായിട്ട് അവർ തിയേറ്ററിലേക്ക് വരുന്നത്. ഇത്തവണ ഇതൊരു ലാസ്റ്റ് റൈഡ് എന്നുള്ള രീതിയിൽ, അതും ലാസ്റ്റ് റൈഡിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിലാണ് ഇവർ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സിനിമ ഇന്ന് മാർച്ച് 19 റിലീസായിരിക്കുകയാണ്. കറുകച്ചാൽ അഞ്ചാനി തിയേറ്ററിൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. രാവിലെ 9:30 ഷോ. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം വന്ന് നേരെ നിങ്ങളോടിരുന്ന് അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീടിക. ഏതാണ്ട് 11 വർഷങ്ങളായി ആടിൻ്റെ 1ാം ഭാഗം ഇറങ്ങിയിട്ട്. 1ാം ഭാഗം റിലീസായി 2015 ഫസ്റ്റ് പാർട്ട്. അതിനുശേഷം 2017 സെക്കൻഡ് പാർട്ട് റിലീസായി. ഇപ്പം 9 വർഷങ്ങൾക്ക് ശേഷം 2026 പടം തേർഡ് പാർട്ട് റിലീസായിരിക്കുകയാണ്. ആ തേർഡ് പാർട്ടിൻ്റെ ഫസ്റ്റ് പാർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് റിലീസായത്. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് എക്സൈറ്റ്മെൻറ്റും എല്ലാം ഉള്ള ഒരു പ്രൊജക്റ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കാരണം മിഥുൻ മാനുവൽ തോമസിൻ്റെ മുമ്പത്തെ ഒരു സിനിമ, നമ്മുടെ ഓസ്ലർ പേര് പെട്ടെന്ന് മറന്നുപോയി. ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ അത്ര തിയേറ്ററിൽ വലിയൊരു വിജയം എന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ മിഥുൻ മാനുവൽ തോമസിൻ്റെ ഒരു വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മൂവി ഫ്രാഞ്ചൈസിയിലുള്ളൊരു പടമാണ് ആടെന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് ഫെയിലായി പോവുകയും രണ്ടാമത് സെക്കൻഡ് പാർട്ട് റിലീസാക്കി അത് വമ്പൻ ഹിറ്റാവുകയും അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് തേർഡ് പാർട്ടിലേക്ക് വരുന്നത് ഒരു അത്യപൂർവമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്തായാലും സിനിമ തിയേറ്ററിലേക്ക് വന്നു. നേരത്തെ കാസ്റ്റ് ആൻഡ് ക്രൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. 1-2 ആൾക്കാർ മാത്രം ക്യാമറ ചെയ്തിരിക്കുന്നത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഒരു പ്രസൻ്റ്ലി ഒരു വ്യത്യാസം വന്ന. അഖിൽ ജോർജാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ലിജോ പോളാണ് എഡിറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകന്, സണ്ണി വെയിന്, ധർമ്മജൻ, അതുപോലെ തന്നെ വിജയ് ബാബു, ഇവരൊക്കെയാണ് മെയിൻ ക്യാരക്ടറായിട്ട് വന്നിരിക്കുന്നത്. മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യങ്ങളാണ്. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം എല്ലാവരുടെയും ആർട്ടിസ്റ്റിൻ്റെ പേരിനേക്കാൾ ഉപരി ക്യാരക്ടർ പേരുകളാണ് എല്ലാവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി പറയുന്നതിനേക്കാളും നല്ലത് സിനിമ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ആദ്യം അങ്ങ് പറയാം. എനിക്ക് പടം സാറ്റിസ്ഫാക്ഷൻ നൽകിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൽകി എന്ന് പറയാം. നൽകിയില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൽകിയില്ല എന്നും പറയാം. കാരണം ഞാനൊരു മിക്സ് അഭിപ്രായത്തിലാണ് ഇരിക്കുന്നത്. എനിക്ക് പടം ഇഷ്ടമായി, പക്ഷേ പലയിടങ്ങളിൽ എന്തൊക്കെയോ ഒരു പോരായ്മകൾ അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തൊരു ഫീല് പലയിടത്തും എനിക്ക് ഫീൽ ചെയ്തു. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് പാട്ടുകളോ കാര്യങ്ങളോ ഒന്നും അല്ല അതിൻ്റെ ഒരു പ്രശ്നം. ആടെന്ന് പറയുന്നൊരു ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് നമ്മളെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒരു ഉദ്ദേശം. ആ ചിരി പലയിടങ്ങളിലും മിസ്സായി. എസ്പെഷ്യലി പഴയ കാലഘട്ടങ്ങൾ കാണിക്കുന്ന സമയങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അത് മിസ്സായി. എവിടേക്കോ കുറേ ലാഗ് ഫീൽ ചെയ്യുന്ന പോലെ, കുറേ ടൈം എടുക്കുന്ന പോലെ, ഒരു സീൻ കംപ്ലീറ്റ് ആകാൻ ഒരു കുട്ടി സമയം എടുക്കുന്ന ഒരു ലാഗ് എനിക്ക് എവിടേക്കോ ഫീൽ ചെയ്തു. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പടം ശരിക്കും പറഞ്ഞാൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. കുറേ ഇടങ്ങളിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് ചിരി ഉണർത്തുന്നുണ്ട്. എന്താ പറയുക, കുറേ നല്ല തമാശകളും ഇവർ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും കുറേ പഴയകാല തമാശകൾ അവർ ആഡ് ചെയ്ത് ആൾക്കാരെ ഒന്ന് ചിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. എന്തായാലും ഇവർ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ജെൻസി പിള്ളേരെയൊക്കെ സന്തോഷിപ്പിക്കാനൊക്കെ ഉള്ള കുറേ ശ്രമങ്ങളൊക്കെ എൻ്റെ നടത്തിയിട്ടുണ്ട്. അതും അത്യാവശ്യമൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്നാലും ഒരു കംപ്ലീറ്റ് ഒരു പൂർണ്ണതയായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. കാരണം ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ജോണർ, ഇതിനകത്ത് പുതിയതായിട്ട് പറയുന്ന ഒരു ജോണർ എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോണറാണ്. ടൈം ട്രാവൽ. നമ്മൾ ഓൾറെഡി നമ്മുടെ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആടിനെ പറ്റിയുള്ള ലെറ്റ്സ് ടോക്ക് എന്ന് പറയുന്ന നമ്മുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് മേ ബി ഈ സിനിമയുടെ കഥ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ ഏതാണ്ട് അതിനോട് സിമിലാരിറ്റി വരുന്ന രീതിയിലാണ് സിനിമയുടെ സ്ക്രിപ്റ്റും പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നുകയും അടുത്തൊരു പാർട്ട് കാണാനുള്ള ഒരു ആകാംക്ഷയും എന്നിലേക്ക് ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റും. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ളൊരു ജോണറാണ് ഇനി വരാൻ പോകുന്നൊരു സംഭവം എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ളൊരു ജോണറാണ് ഫാൻറ്റസി കോമഡി സ്കൈഫൈ പടമാണ് ശരിക്കും പറഞ്ഞാൽ. ഇതിൽ ഇവർ പറയുന്ന പോലെ 2 ടൈം ലൈൻ അല്ല, ശരിക്കും 3 ടൈം ലൈൻ ഉണ്ട്. നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു സ്പോയിലറൊന്നുമല്ല, ഒരു 3 ടൈം ലൈൻ ഉണ്ട്. അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ അടുത്ത പാർട്ടിലേ കാണാൻ സാധിക്കത്തുള്ളൂ. വളരെ എക്സൈറ്റിംഗ് ആക്കിയ കുറേ മൊമെൻറ്റ്സും ഈ സിനിമയിലുണ്ട്. ഒരുപാട് തിയേറ്ററിൽ കൈയടി ഉണ്ടാക്കിയ സീനുകളും ഡ്യൂഡിനും അതുപോലെ തന്നെ ഷാജി പാപ്പനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ആ കാസ്റ്റ് ആൻഡ് ക്രൂവിനെ എല്ലാവരും ഒന്നിച്ച് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു കിക്ക് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ ആ ഒരു പഴയ കോമഡി അല്ലെങ്കിൽ ആ ഒരു നർമ്മം, ആ കാര്യങ്ങളൊക്കെ പലയിടത്തും ചെറുതായിട്ട് മിസ്സായി പോകുന്നുണ്ട്. ജയസൂര്യയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ളൊരു പടമാണ്. ഏതാണ്ട് 4 വർഷത്തിന് ശേഷമാണ്
പുള്ളി ഒരു സിനിമയായിട്ട് തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ പുള്ളിയുടെ ഒരു ആക്ടിങ്ങിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര എവിഡൻ്റായിട്ട് മനസ്സിലാകുന്നില്ല. പക്ഷേ കോമഡി ചെയ്യാത്തതിൻ്റെ ഒരു പോരായ്മ എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഷാജി പാപ്പൻ ഈസ് ഓൺ, പിള്ളേർ ഓണാണ്. പടം കയറി കൊളുത്താനുള്ള സാധ്യതകളുണ്ട്. ധുരന്തറും ആടുമാണ് റിലീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരെല്ലാം ആടിനെ സ്വീകരിക്കാൻ ഇരുകൈകളും നീട്ടി സ്വീകരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ഒരു വലിയ വിജയമായി മാറട്ടെ. മൂന്നാം ഭാഗത്തിൻ്റെ 2ാം ഭാഗം ഉടൻ തന്നെ ഇവർക്ക് റിലീസാക്കാൻ പെട്ടെന്ന് ഷൂട്ടെല്ലാം കഴിഞ്ഞ്, എൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാണെന്നാണ് പറഞ്ഞത്. എൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ പടവും റിലീസാക്കാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസ മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എന്തായാലും പടം എനിക്ക് വർക്കായി. പക്ഷേ എനിക്ക് എൻ്റേതായ പേഴ്സണലായിട്ടുള്ള കുറച്ച് പോരായ്മകൾ എനിക്ക് ഫീൽ ചെയ്തു. ഇനി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ആ പോരായ്മകളൊന്നും ചിലപ്പോൾ ഫീൽ ചെയ്തെന്ന് വരികയല്ല. എല്ലാ കോമഡിക്കും നിങ്ങൾ ചിരിച്ചെന്ന് വരാം, അറിയില്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്, ഓരോ വ്യൂസാണ്. അതുകൊണ്ട് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്തിട്ട് ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.